ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഷീറ്റ് പാൻ കബാബ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പിന്നെ അതേപോലെ റെഡ് ക്യാപ്സിക്കം ഇതെല്ലാം ഒരു ചോപ്പറിലിട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അതിനുശേഷം നമ്മൾ അതിൽ വരുന്ന എക്സ്ട്രാ ജ്യൂസൊക്കെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കളയാണ്. നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് വെക്കുക. ഇനി ചിക്കൻ മിൻസിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 30 മിനിറ്റ്സ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഇനി നമ്മളിതിനെ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ടുണ്ട് താഴെ. എന്നിട്ട് ഇതേപോലെ അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നമ്മളൊരു സ്പാച്ചുല എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഒരു 6-7 ലോങ് കബാബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ചെറിയ മാർക്സ് ഉണ്ടാക്കി കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അധികം ആഴത്തിലല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു മാർക്ക് ഉണ്ടാക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കബാബും സെപ്പറേറ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഒലീവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 180 ഡിഗ്രിയിൽ 15 മുതൽ 18 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. പിന്നെ ഒരു 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കബാബ് പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ മീൻസ് കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.